സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നു. ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും ഒക്കെ തന്നെ സ്ഥിരീകരണം വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ സമീർ വാഴങ്ങോട് നൽകും. സമീർ, അന്ത്യം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭിച്ചുവോ? അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മരുന്നുകളോട് പൂർണ്ണമായും ഒരർത്ഥത്തിലുമുള്ള പ്രതികരണവും ശരീരം കാണിച്ചിരുന്നില്ല. അതേ തുടർന്ന് അത്തരത്തിൽ മരിച്ചതായുള്ള ഒരു വാർത്ത തന്നെ എത്തിയിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് പിന്നീട് വരാനുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആശുപത്രി അധികൃതർ ഔദ്യോഗികമായിട്ട് തന്നെ മരിച്ച വിവരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കരൾ സംബന്ധമായിട്ടുള്ള അസുഖം മൂർച്ഛിച്ചതോടുകൂടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള PVSൽ എത്തിക്കുന്നത്. കരൂരിലെ ഈ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് അല്പസമയം മുമ്പാണ് മരണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കരൾ സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ള വ്യക്തിയായിരുന്നു. പലപ്പോഴും ഒരു തെറ്റായ ഭക്ഷണക്രമത്തിലൂടെ ലിവർ സിറോസിസ് ബാധിതനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ആരോഗ്യനില തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് തന്നെയായിരുന്നു ഇന്നലെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ നേരിയ ഒരു പുരോഗതി ഇന്നലെ വൈകിട്ടോടുകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പുരോഗതി പിന്നീട് നഷ്ടമാവുകയും തുടർന്ന് ആരോഗ്യനില അങ്ങേയറ്റം മോശമാവുകയും ചെയ്തു. ഇന്നലെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം പൂർണ്ണമായും വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. ഒരു നേരിയ പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ കൂടി രാവിലെ വീണ്ടും വഷളാവുകയും തുടർന്ന് മരുന്നുകളോട് ഒരർത്ഥത്തിലും പ്രതികരിക്കാത്ത രീതിയിലേക്ക് എത്തുകയും ചെയ്തു. മലയാളികൾക്ക് ഏറെ വളരെ എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടി ചെയ്ത സിനിമകളെല്ലാം തന്നെ മലയാളികൾക്ക് ഏറെ ഓർത്തെടുക്കാവുന്ന ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2005 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രമായിരുന്നു ആദ്യത്തേത്. ഈ ചിത്രം അത്ര വലിയ ഒരു ഹിറ്റായി മാറിയില്ല എങ്കിൽ കൂടി തുടർന്ന് വന്നിട്ടുള്ള ട്രാഫിക്, നീലി തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ് അദ്ദേഹത്തെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാക്കിയത്, ഇഷ്ടപ്പെട്ട സംവിധായകനാക്കിയത്. ട്രാഫിക് എന്ന ചിത്രം വലിയ രീതിയിൽ ഹിറ്റാവുകയും അതോടൊപ്പം തന്നെ മലയാള ചലച്ചിത്ര മേഖലയിൽ തന്നെ മറ്റൊരു മാറ്റത്തിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ കൂടിയായിരുന്നു രാജേഷ് പിള്ള എന്ന വ്യക്തിയെയും അതോടൊപ്പം തന്നെ ട്രാഫിക് എന്ന സിനിമയെയും മലയാളികൾ കണ്ടത്. അതോടൊപ്പം തന്നെ അതിനുശേഷം നീലി എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വേട്ട. അത് ഇന്നലെയാണ് റിലീസായത്. ഇന്നലെ റിലീസായ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം മോശമാവുകയും അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ വേട്ടയുടെ ചിത്രീകരണം നടക്കുന്ന വേളയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും പിന്നെ തിരുവനന്തപുരത്ത് പലതവണ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ആ ഒരു വേളയിൽ പോലും അദ്ദേഹം ഈ വേട്ടയുടെ ചിത്രീകരണവും അതോടൊപ്പം തന്നെ അതിന്റെ മിക്സിങ്ങിനും അതിന്റെ ഫൈനൽ മിക്സിംഗ് വേളയിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു. എന്നാൽ പോലും അദ്ദേഹം വീണ്ടും തന്റെ ദൗത്യം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്റെ ആരോഗ്യ നില മാറ്റിവെച്ചുകൊണ്ട് മോശമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും തന്റെ പ്രൊഫഷനോടുള്ള ഒരു ആത്മാർത്ഥതയുടെ ഭാഗമായി അദ്ദേഹം ആ ചിത്രത്തിന്റെ വേളയിൽ ഒരു ലൊക്കേഷനിലേക്ക് എത്തുകയും തുടർന്ന് അത് പൂർത്തീകരിക്കുകയും അതിന്റെ മിക്സിംഗ് പൂർത്തീകരിക്കുകയും ഇന്നലെ അത് റിലീസ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ ഒരു മേഖലയോട് അങ്ങേയറ്റം ഒരു വലിയ ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്, വലിയ ആത്മാർത്ഥത കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. ഏതായാലും അദ്ദേഹം ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കൊച്ചിയിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. 42 വയസ്സായിരുന്നു. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതീഷ്. സമീർ, ഒരുപക്ഷെ മലയാള സിനിമയിൽ നിന്നും ഈ അസുഖത്തിൻ്റെ നാളുകളിൽ പോലും മലയാള സിനിമയുമായി ഇഴുകിച്ചേരുകയും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സിനിമയായ ഒരുപക്ഷെ വേട്ട കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ട് എത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം. മരണസമയത്തും സിനിമാ പ്രവർത്തകരും ഒക്കെ തന്നെ അദ്ദേഹത്തെ അവസാനമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോലും അവിടെ ആശുപത്രിയിൽ എത്തുന്നുണ്ടോ? അപ്പോൾ മരണസമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ? പ്രജീഷെ, അദ്ദേഹത്തിന്റെ രാവിലെയോടുകൂടെ തന്നെ ആരോഗ്യനില വളരെയേറെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര മേഖലയിലെ ഏതാനും പേർ മാത്രമാണ് ഇപ്പോൾ എത്തിയിരുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് കാണാനുള്ള ഒരു സുഖം അത്തരത്തിലുള്ള ഒരു സ്ഥിതി ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകളും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഏറെ എടുത്തു പറയേണ്ടതാണ്. പല തവണ അദ്ദേഹം ആരോഗ്യനില മോശമാവുകയും ആശുപത്രിയിലാവുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഈ ചിത്രം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇതിന്റെ ചിത്രീകരണ വേളയിലേക്ക് എത്തുകയും മിക്സിങ്ങിന് വേണ്ടി അദ്ദേഹത്തിന്റെ സമയം നോക്കാതെ അദ്ദേഹം അതിനകത്ത് ഇടപെടുകയും അത്തരത്തിലുള്ള ഒരു ആത്മാർത്ഥപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയായിരുന്നു ഈ ചിത്രം ഇന്നലെ റിലീസ് ചെയ്യുന്നതിലേക്ക് എത്തിയിരുന്നത്. ഇത്തരത്തിൽ ഒരു മുഴുനീള സംവിധായകൻ അല്ലെങ്കിൽ മുഴുനീള ചിത്രം ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നതിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംവിധായകനാണ് രാജേഷ് പിള്ള. ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രാഫിക് എന്ന ചിത്രം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം അത് ഹിന്ദിയിലും അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ മലയാളികൾക്ക് ഏറെ നെഞ്ചേറ്റിയ ഒരു സംവിധായകനായി അദ്ദേഹം മാറുകയായിരുന്നു.
ആ, നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നിരവധി ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരും അപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണം അല്പസമയം മുമ്പ് ഔദ്യോഗികമായിട്ട് ആശുപത്രി അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രജീഷ്. സമീർ വാഴങ്ങോടാണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ രാജേഷ് പിള്ളയുടെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്.